ഹായ് ഹലോ, ഞാൻ സീനയാണേ. ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഈ ഒരു വാസ്ലിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് SPF 15 ഉള്ളൂ, അപ്പോൾ അത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു മോയ്സ്ചറൈസർ പോലെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ലോട്ടസിൻ്റെ ഈ ഒരു ടിൻ്റുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് SPF 50 ഉണ്ട്, PA++ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ടിൻ്റ് ഉണ്ട് ഇതിന്, അതായത് ഒരു BB ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയൊരു ടിൻ്റ് ഉണ്ടാവും, നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും ഫേസ്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യണത്. പിന്നെ ടാൽക്കം പൗഡർ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളൊന്ന് ഫേസൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്, അപ്പോൾ ആ ഒരു ഓയിലൊക്കെ ഒന്ന് കൺട്രോളായിട്ടൊന്ന് മാറ്റ് ഫിനിഷിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേബിലിൻ്റെ ഈ ഒരു കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വാട്ടർ ലൈൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് സാധാരണ റെഡി ആവാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് നിങ്ങളുടെ രീതി എങ്ങനെയാണോ സാധനങ്ങൾ അതനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ ഇത് സ്മഡ്ജ് പ്രൂഫായിട്ടുള്ളൊരു കാജലാണ്, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഓയിലി ആയിട്ടുള്ള ഐലിഡർ ഉള്ളവർ. പിന്നെ യൂസ് ചെയ്യുന്നത് സുഡിയോ എന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഐലൈനറാണ്. ഇത് നല്ലൊരു ഐലൈനറാണ്, ചെറിയൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്താലും ഇത് പോവുകയൊന്നുമില്ല കേട്ടോ. ഇതിന് ശേഷം ഞാൻ വിങ് ലൈനറാണ് കേട്ടോ ചെയ്യണത്. ഞാൻ എപ്പോഴും വിങ് ലൈനറേ എഴുതാറുള്ളൂ, കാരണം കണ്ണ് കുറച്ചുകൂടിയൊക്കെ ഭംഗി ഉണ്ടാവും, നല്ല നീണ്ടിരിക്കണ പോലെ തോന്നും. എൻ്റെ കണ്ണ് ഭയങ്കര ഇങ്ങനെ ഉണ്ടയിട്ടുള്ള കണ്ണാണ്, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ണാണ്. അപ്പോൾ എന്തായാലും നീട്ടി ഇങ്ങനെ വാലിട്ട കണ്ണ് എഴുതുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും, എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എഴുതണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറ്റാം, ഓക്കെ. പിന്നെ ഞാൻ ഇത് വെച്ച് തന്നെ ഒരു പൊട്ടും തൊടുന്നുണ്ട്, ചെറിയ പൊട്ടാണ് കേട്ടോ ഞാൻ യൂഷ്വലി തൊടാറ്, അപ്പോൾ അത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സുഡിയോ എന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ലിപ് ബാമാണ്, ക്രാൻബെറി എന്നിട്ടുള്ളൊരു ഫ്ലേവറുള്ള നല്ലൊരു ലിപ് ബാമാണ്. ചെറിയൊരു ടിൻറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല ഹൈഡ്രേഷനും തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മുടി പിന്നെയാണ് തേച്ചത്, പിന്നെ ടൈമ്പത്തേക്ക് നല്ല ഭംഗിയാണ്. എന്നാലും ഞാനത് മാറ്റി, എനിക്കെന്തോ ഇങ്ങനെ ഓപ്പണായിട്ട് ഹെയർ ഇടണം എന്ന് തോന്നി, മുടി കുറച്ചിങ്ങനെ അഴിച്ചിടണമെന്ന് തോന്നി. അപ്പോൾ ഇത് ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിരിക്കണതാണ്. അപ്പോൾ മുടി ഹെയർ സ്റ്റൈലൊന്ന് മാറ്റാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ സാധാരണ നമ്മൾ കിള്ളിപ്പിന്നിടൂലേ കുളിയൊക്കെ കഴിഞ്ഞിട്ട്, അതുപോലെയാണ് ചെയ്ത് തരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് മുടി വോളിയം ഫീൽ ചെയ്യും. എൻ്റെ ഇപ്പോൾ മുടി അങ്ങനെ പിന്നിടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിന്നായിട്ട് കിടക്കണ പോലെ, മുടിയുടെ ഉള്ളൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കിള്ളിപ്പിന്നിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ മേക്കപ്പും പിന്നെ അതുപോലെ തന്നെ ആക്സസറീസൊന്നും അങ്ങനെ ആഡംബരമായിട്ടൊന്നും ചെയ്യണമെന്നില്ല, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യണം. ചെറിയൊരു ഫങ്ഷനാണ്, അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആഡംബരമായിട്ടൊന്നും റെഡി ആവണില്ല, എത്രയും സിമ്പിളാക്കാൻ പറ്റും അത്രയും സിമ്പിളാക്കിയിട്ടാണ് ചെയ്തേക്കണം. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്, ഇതും സുഡിയോ എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഞാനിത് ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഷെയ്ഡും എല്ലാം ഞാൻ മെൻഷൻ ചെയ്യാം. നമുക്ക് ഏത് സ്കിൻ ടോൺ ആണെങ്കിലും, എൻ്റേത് കുറച്ചൊരു ഡാർക്ക് സ്കിൻ ടോണാണ്, അപ്പോൾ ഏത് സ്കിൻ ടോണുകാർക്കും ചേരുന്ന ടൈപ്പ് ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്കിത് ഇടുമ്പോഴത്തേക്കും ഒരുമാതിരി കളർ ഫീൽ ചെയ്യുമെങ്കിലും ഇത് പെട്ടെന്ന് മാറ്റ് ഫിനിഷ് ആവും, എന്നാൽ ഒട്ടും ഡ്രൈയിങ്ങും അല്ല. അപ്പോൾ മാറ്റ് ഫിനിഷ് ആകുമ്പോഴത്തേക്കും കാണാനായിട്ട് ഒരു പ്രത്യേക കളറാണ് കേട്ടോ, ന്യൂഡ് ഷെയ്ഡ് പോലെയാണ്. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.